ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മുടെ ശ്രുതിയും കൂടെ ക്ഷമ കെട്ട് സഹി കെട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ശ്രുതിക്ക് വേണ്ടി ആൻറ്റി എല്ലാം ചെയ്തത് ശ്രുതി ഒന്ന് നന്നായി കാണാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ഏകദേശം ഒന്ന് ഉരുകി വരുന്നുണ്ട്. അപ്പൊ സച്ചി പറയും, നീ ഇവളുടെ അച്ഛൻ്റെ പൈസ കൊണ്ടല്ല ഷോപ്പ് തുടങ്ങിയത്, ഇവിടത്തെ അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ പൈസ കൊണ്ടാണ്. അപ്പൊ ആ കടയുടെ മുതലാളി ഇനി മുതൽ അച്ഛനായിരിക്കും, അതാണ് എൻ്റെ തീരുമാനം എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൈയടിച്ചത് പാസ്സാക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് അത്ര താല്പര്യം ഇല്ല കേട്ടോ. എന്നാലും ബാക്കി നമ്മുടെ ശ്രീകാന്ത് ആയാലും വർഷയായാലും നമ്മുടെ രേവതിക്കായാലും എല്ലാം ഭയങ്കര സന്തോഷം. അവരൊക്കെ കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട് ഈ തീരുമാനം. പിന്നീട് നമ്മുടെ ഷോപ്പിലേക്ക് ഇവരെല്ലാവരും കൂടി വരുന്നു. ശ്രുതിനെ പിടിച്ച് മാറ്റിയിട്ട് അച്ഛനെ പിടിച്ച് ആ കസേരയിൽ ഇരുത്തുന്നു. അപ്പൊ ആകെപ്പാട് നമ്മുടെ ശ്രുതിയും കൂടെ അയ്യടാ എല്ലാം തീർന്നല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി പയ്യെ പയ്യെ നമ്മുടെ ചന്ദ്രമതി വീണ്ടും പഴയ ചന്ദ്രമതി ആകുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടതല്ലേ. ഇപ്പോഴത്തെ ചന്ദ്രമതിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ രേവതിയുടെ അടുത്ത് വലിയ കാര്യമായതുകൊണ്ട്. ഇനി ചന്ദ്രമതി എങ്ങാനും പഴയ ചന്ദ്രമതി ആയ പിന്നെ തീർന്നു അല്ലെ ഗൈസ്. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.